യേശുദാസ് അഭിനയിച്ചു. യേശുദാസ് പാടിയത് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കണ. ഞാനും ഒപ്പം കൂടി ഒരു 20 സെക്കൻഡ് ചലഞ്ച് ആയിട്ടാണ് വന്നിരിക്കണ. 20 സെക്കൻഡ് ചലഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ട്, വെറൈറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല, അപ്പനറിയുന്നത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അപ്പന് കിട്ടണതും കിട്ടാത്തതുമായിട്ടുള്ള കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫോണിൽ ടൈമർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പു ചോദിക്കും, അതിൻ്റെ ഇടയിൽ ഈ 20 സെക്കൻഡിനുള്ളിൽ ഞാൻ പറയണം ഉത്തരം. അപ്പൊ എനിക്ക് കിട്ടിയില്ലെങ്കിൽ പണിഷ്മെന്റ്. അപ്പൊ അതെ അതെ അവ ടൈമർ എടുക്കട്ടെ. കേരളത്തിലെ 3 വാട്ടർഫാൾസിന്റെ നെയിംസ്. അതിരപ്പള്ളി, വാഴച്ചാലിണ്ട, ഭരണകൂടിന്റെ പറയും 15 സെക്കൻഡ് 16 തുമ്പൂർ മഴയൊന്നും പറ്റില്ല. അവിടെ ചടന്നില്ല. 20 സെക്കൻഡ് പണിഷ്മെന്റ് ഒന്നില്ലെങ്കിൽ മുളക് തിന്നണം, അല്ലെങ്കിൽ കൊത്തിട്ട് പാട്ട് പാടണം. ഏതാ അങ്ങനെ എന്ത് തീരുമാനം? മുളകൊക്കെ റെഡിയാണ്. നിർബന്ധമാണ്. ഇഷ്ടം കാക്കേ കാക്കേ കൂടെ കൂടിച്ചൊരു കുഞ്ഞുണ്ട്, കുഞ്ഞിനെ തീറ്റ ഗുണം. അടുത്തത് എൻ്റെ അല്ലേ? ഞാനല്ലേ ചോദിക്കട്ടെ? ചോദിക്കാന്ന് വെയിറ്റ് സ്റ്റാർട്ടാക്കട്ടെ. ദിലീപും മഞ്ജു വാര്യരും ഒരുമിച്ച് അഭിനയിച്ച സിനിമ 3 4 ഞാൻ പറഞ്ഞു. സല്ലാപം, ഇപ്പോഴും കടന്ന് 14 സെക്കൻഡായി. കഴിഞ്ഞിട്ടാ കഴിഞ്ഞ സല്ലാപം, ഈ പുഴയും കടന്ന്, കുടമാറ്റം. അതിലറിയണ കൂട്ടാണ് പറയണ, വെറുതെ പറയണ്ട. പിടിക്കും. ഞാനത് പറഞ്ഞു. അല്ല പാടിക്കാം. മുളക് കഴിച്ചൊക്കെ അന്ന് മൂക്ക് പൊത്താണ്ട് ഒരു പാട്ട് പാടിയേ. എന്നാലും പാട് പാടിക്കോ. പാട് പറയാതെ അറിയാതെ ഒരു വാക്ക് അടുത്തല്ലേ അല്ലല്ലേ അപ്പാടല്ലേ തുടങ്ങി. മോഹൻലാൽ അഭിനയിച്ച മോഹൻലാൽ സാർ അഭിനയിച്ച പോലീസ് വേഷത്തിലുള്ള ഒരു 3 സിനിമ അല്ലെങ്കിൽ 4 സിനിമയുടെ പേര് പറഞ്ഞേ. മോഹൻലാൽ അഭിനയിച്ചത് ഇപ്പൊ മോഹൻലാൽ അഭിനയിച്ച
പോലീസ് വേഷം തന്നെ പറയണോ? പിന്നെ പറയണ്ടേ? കഴിഞ്ഞ 20 സെക്കൻഡായി. ഉത്തരം പറയണേ? ഒന്ന് ബാബാ കല്യാണി, ഒന്ന് ഒളിമ്പിനുണ്ടോ ഗ്രാൻഡ് മാസ്റ്റർ, വന്ദനം പോരെ. അപ്പൊ അല്ലാണ്ട് മടി കുഴപ്പമൊന്നുമില്ല. മൂക്ക് പൊത്തിയിട്ട് മൂക്ക് പൊത്താണ്ടും പാടുമ്പോള് ഒരു വ്യത്യാസമില്ല. പക്ഷെ മൂക്ക് പൊത്തിട്ട് മൂക്ക് കൊണ്ട് പാടണമെങ്കിൽ കുഴപ്പമില്ല, കുഴപ്പമുണ്ട്. മൂക്ക് കൊണ്ടൊന്നും പാടാൻ പറ്റില്ല. ഞാൻ അപ്പല്ലേ പാട്ടുകാരൻ. മൂക്കുത്താണ്ട് നീയും ഞാനും രാവിൻ കനവിൽ ഓരോ നാളും ചേരും തമ്മിൽ ഏഴാം ബഹറിനിടനാഴിയിൽ മേഘം പോലെ ഒഴുകിടവേ. മതി മതിട്ടാ. ഞാനല്ലേ ശരി. 5 മെയിൽ സിംഗേഴ്സിന്റെ പേര്. വേണുഗോപാൽ, ശ്രീകുട്ടൻ. പിന്നെ ജയചന്ദ്രൻ. ശ്രീകുമാർ. ശ്രീകുട്ടൻ ആളങ്ങനെ എന്റെ ഒരു 5 ഫ്രണ്ട്സിന്റെ പേര് നീ പറയാം. വിപുൽ ചേട്ടൻ, അക്ഷയ് ചേട്ടൻ, കുട്ടന്തപുരാൻ, അതിന്റെ പിന്നെ വിശാഖേട്ടൻ, അയ്യോ വിഷ്ണു ചേട്ടൻ. ശരി, ഓക്കെ. വിജയ് അഭിനയിച്ച 5 സിനിമയുടെ പേര് പറഞ്ഞു. ഗില്ലി, മെർസല്, പിന്നെ അയ്യോ ഇപ്പൊ കൊറേ സിനിമ ഉണ്ടല്ലോ. അപ്പൊ അയ്യോ ഞാൻ പറയട്ടാ. ജില്ല, അയ്യോ എനിക്ക് കിട്ടൊക്കെ ചെയ്യാം. പക്ഷെ അതിങ്ങനെ പെട്ടെന്ന് അടുത്ത ഞാനല്ലേ. കേരളത്തിലെ 5 നദികൾ. പെരിയാർ, ഭാരതപ്പുഴ, പമ്പ. അയ്യോ കാണില്ലല്ലേ. 13 സെക്കൻഡ്. അപ്പൊ എനിക്ക് എളുപ്പമുള്ളത് തരണം, മനസ്സിലായ? ഡിഫറെന്റ് ഫിലിം ഇൻഡസ്ട്രീസില് 5 നടന്മാരെ പേര്. മറ്റേ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി അങ്ങനെ ഉള്ളതില്ല. ഒരു 5 പേരെ പേര് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. മെയിനായിട്ടുള്ള ആൾക്കാരൊന്നും പറയണ്ട, കുഴപ്പമൊന്നുമില്ല. ഒരു 5 പേരെ പേര്. മലയാളം പറയാം. തമിഴില് വിജയ്, മലയാളത്തില് മോഹൻലാല്, തെലുങ്കിലാണോന്ന് അറിയില്ല അല്ലു അർജുൻ, പിന്നെ വിജയ് ദേവരകൊണ്ട, ഷാറുഖ് ഖാൻ. അപ്പൊ ഞാൻ 18 പോരട്ടെ. ഞാനല്ലേ ശരി തുടങ്ങട്ടെ. യേശുദാസ് പാടി മോഹൻലാൽ അഭിനയിച്ച 5 പാട്ടുകൾ. യേശുദാസ് അഭിനയിച്ചു. യേശുദാസ് പാടിയത്. യേശുദാസ് പാടി മോഹൻലാൽ അഭിനയിച്ച സിനിമ 10. ഒന്ന് വെണ്ണില കുമ്പള പാടി, ഗംഗെ, പറയാതെ അറിയാതെ,
പിന്നെ കൊഞ്ചി കൊഞ്ചി വിളിക്കണ കാറ്റിനെ വറക്കാൻ കറങ്ങുന്നു. ശരി ശരി അല്ല അപ്പു ചോദിക്കും. വെച്ചിട്ടുള്ള ഒരു 5 പേര് പറ. മയൂർനാഥ്, ആ പെൺപിള്ളേർ, ആ മായ, അതെ സമയം മോഹിനി. പിന്നെ മഞ്ജു, ആ മഞ്ജുള, മഞ്ജുഷ. അയ്യോ ശരിയാടാ ശരി. പിന്നെ ഞാനല്ലേ ആ 5 ഐസ്ക്രീംസിന്റെ ഫ്ലേവർ. സ്ട്രോബെറി, വാനില, ബട്ടർ സ്കോച്ച്, അതിന്റെ അറിവുള്ളൂ. എന്നാലും ചോക്ലേറ്റ്, ആ അത്ര മതി. 4 എനിക്ക് അത്ര ഇഷ്ടമുള്ളൂ. അടുത്തത് പറയട്ടെ. ആ എനിക്കിഷ്ടമുള്ള 5 ഫുഡ് ഐറ്റംസിന്റെ പേര് പറ. ചിക്കൻ ബിരിയാണി, അതിലേക്ക് പിന്നെ പുളിശ്ശേരി, പിന്നെ എന്തൊക്കെ മോര് കറി, പിന്നെ എന്തേ ഞാൻ വെണ്ടക്ക കഴിക്കും. പിന്നെ തക്കാളി ചമ്മന്തി, അതെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. ആ ശരി ട്ടാ. 5 വിജയുടെ റൊമാൻറ്റിക് സോങ്സ്. മിന്നലെ പിടിത്ത് മേഘമായി വന്നു പോകിറോ എന്നിസൈ പാടി വരും ഒന്നാളെ വിജയെടുത്ത് എൻ്റെ അടുത്തായി. പിന്നല്ലാണ്ട് റൊമാൻറ്റിക് സോങ് തന്നെയാണ് അത്. സങ്കടമൊന്നല്ല, റൊമാൻറ്റിക് തന്നെ. 5 പാട്ട് ചേടാ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ സിമ്പിൾ ടപ്പ് സിമ്പിൾ. ഒരു 5 ക്രിക്കറ്റ് പ്ലേയേഴ്സിന്റെ പേര്. അത് ഇന്ത്യ അല്ല, ഇന്ത്യയും പറ്റും, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക അങ്ങനത്തെ രാജ്യങ്ങളിലുള്ള പറയണം. എന്നുവെച്ചാൽ ഇന്ത്യയിലെ മാത്രം പറയാൻ പറ്റില്ല. 5 പേരെ പേര് പറയണം. സച്ചിൻ, ഇന്ത്യ. പിന്നെ ബാക്കി ഞാൻ കാണാറില്ലല്ലോ. കാണാല്ലോ ചോദ്യമാണ് ഞാൻ ചോദിച്ചാൽ മതി. സച്ചിൻ, പിന്നെ നമ്മുടെ പിന്നെ നമ്മള് മറ്റാളില്ലേ, മുടിയൊക്കെ ഇങ്ങനെ നിനക്ക് ഇഷ്ടമുള്ള അയാളാണ് ഞാൻ പറഞ്ഞു കൂടല്ലേ ഓക്കെ. അയ്യോ പണിഷ്മെന്റ് പാട്ടെന്ന് പറയുമ്പോ വിജയുടെ പാട്ടെന്ന് പറയുമ്പോ ഒരു പാട്ട് പറഞ്ഞോ. ഞാൻ എന്തോരം പാട്ടുകൾ പറഞ്ഞു. അതിനടുത്ത് 5 പാട്ട് ഞാൻ പറഞ്ഞില്ല. പാട് മിന്നലെ പിടിത്ത് ബാക്കി എനിക്കറിയാൻ പാടില്ല. 2 ക്വസ്റ്റ്യൻ മതി. ഞാൻ കൈ നിർത്തി ഞാൻ ചോദിക്കേണ്ടി വരും. കുഴപ്പമില്ലെന്നറിയാം, ഞാൻ പിടിച്ചു. ശരി ശരി. എനിക്ക് പോകാൻ വാശി പിടിച്ച സ്ഥലങ്ങൾ. ഒന്ന് അരീക്കോട് ഞങ്ങൾ അവിടെ മുനക്കല് ബീച്ചിൽ പോകാനായിട്ട് തമിഴ്നാട്ടിൽ കോവിഡ് കാരണം പോകാൻ പറ്റിയില്ല. പിന്നെ ചാലക്കുടിയിൽ അതിരപ്പള്ളിയിൽ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്നു. അതെ. പിന്നെ
അവിടെ തന്നെ ഒരു ഫേവറേറ്റ് പ്ലേസ് ഉണ്ട്. കുമ്പൂർമടി, അതുപോലെ തന്നെ ഏഴാറ്റുമുഖം, അതൊക്കെ തന്നെയാണ് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ. ഞങ്ങളുടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അവിടൊക്കെ ഒരു ദിവസം പോകുന്നുണ്ട്. ജയിച്ചിട്ടാ ആരൊക്കെയത്. പിന്നെ ഞാൻ ചോദിക്കണ്ടേ, ശ്രേയാഘോഷില്ലേ പാടിയ 3 പാട്ടുകൾ അയ്യോ ശ്രേയാഘോഷ് 14, 15, സത്യം പറഞ്ഞാ 16, എനിക്ക് അറിയാൻ പാടില്ല. അതന്നെ ആ പാട്ടന്നെ പാടാം. വരമഞ്ഞളാടിയ രാവിന്റെ മാറി ഒരു മഞ്ഞു തുള്ളി അങ്ങനല്ലേ എനിക്കറിയില്ല. ശരി ഉറങ്ങിയ നീറ്റൊന്നും എനിക്കറിയില്ല. ശരി ശരി അത് ഫസ്റ്റ് ആ അക്ഷരം വരുന്ന തുടങ്ങിയ കരിമാടിക്കുട്ടൻ, കായംകുളം കൊച്ചുണ്ണി, കാക്കാക്കുയിൽ, രാജസ്ഥാൻ, കാണക്കണ്ണി. പാട്ട് പാടിക്കാൻ പറ്റണില്ല. പാടൂല അപ്പൊ കഴിഞ്ഞു. അങ്ങനെ കൊടുക്കണ്ടോ? ഞാൻ പറയാം, അടുത്ത വീഡിയോ ചെയ്യുമ്പോ ഈ പണിഷ്മെന്റ് കൂട്ടി ഞങ്ങൾ ചെയ്യും. ഓക്കെ അങ്ങനെയല്ല. ഈ ഭാര്യക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഭർത്താക്കന്മാരാണ് അതിന് ഇത് നിക്കണ്ടത്. അത് കൂട്ട്. അപ്പള് ഞാൻ പറയട്ടെ, എനിക്ക് പണിഷ്മെന്റ് തന്നൂലോ, അപ്പൊ ആ പണിഷ്മെന്റ് അപ്പൊ അങ്ങോട്ട് ഏറ്റെടുത്തു. അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ പറയല്ലേ? പെർഫെക്റ്റ് ഒക്കെ ആക്കണെങ്കിൽ അപ്പൊ ഒരു പാട്ട് പാടും. എന്നോട് പറഞ്ഞതാണ്, നീ തോറ്റ കഴിഞ്ഞ ഉറപ്പായിട്ട് ഞാൻ പാട്ട് പാടി തരാം. അങ്ങനെ നിരാശരാക്കരുത്. പാടിക്കും. പാടിക്കാം. വേണ്ട അപ്പൊ ഓണെന്തോ ഒരു കൊട്ടിപ്പൊള്ളിട്ട് പാട്ട് പാടി. ഒരു പാട്ട് പാട് പാട് മറ്റേ നിറമിഴികളിലെഴുതി അത് പാട് 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 പാട്. ഇച്ചിരി ഉറക്കി പാടാ, അവർക്ക് കേൾക്കണം. അവര് കേട്ടോ. നിനക്കായിതാ ഓമലേ പാടുമീണം മറക്കുമോ നീ നിറമിഴികളിൽ അഞ്ജനമെഴുതി വനഭംഗികളെന്നോടരുതി കാർസലമണിക്കിങ്ങിനിളകി ചെറുകാറ്റാൽ വാർമുടി തഴുകി മഴക്കാട്ടിലെ മാരിലേ തുമ്പി പോലെ നിറഹാനിലേ അമ്പിളി തെളിപോലെ. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ പാടത്തന്നെ പാട്ടേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വേറെ കുറെ ഉണ്ട്, അതൊക്കെ വഴി ഇങ്ങനെ വരും. അപ്പൊ എങ്ങനെയാ പണിഷ്മെന്റ് അപ്പൊ ഞാൻ പാടി. പക്ഷെ ശരിക്കുള്ള പണിഷ്മെന്റ് അടുത്ത വ്ലോഗിൽ പാട്ട് പാടി തുടങ്ങൂട്ടാ. ശരി ശരി പണിഷ്മെന്റ് ആവുമല്ലോ. ശരി ശരി. അപ്പൊ ഇത് ഇത്രേ ഉള്ളൂ. അങ്ങനെ അത്ര വലിയ വീഡിയോ ഒന്നും ആയിട്ടല്ല ഞങ്ങൾ ചെയ്തേ, ചുമ്മാ ഒരു രസത്തിന്. അപ്പൊ അടുത്ത വ്ലോഗായിട്ട് വരുന്നത് വരെ ബൈ.